Hi friends, welcome to new recipe. ഇറക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കപ്പയും അതുപോലെ പഴം വെച്ചാണ്. ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഇതിന് ചേർക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കപ്പ അത് ഉപ്പ് ചേർക്കാതെ വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. നമുക്ക് മിക്സിയിൽ വേണമെങ്കിലൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് പഴം തൊലി കളഞ്ഞ് നമുക്ക് ചേർക്കാം. ഇത് ചെറുപഴമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അത് 3 ചേർത്തിട്ടുള്ളത്. ഇതിലധികം വേണമെങ്കിൽ നമുക്ക് ഒരു 5 പഴം വരെ ചേർക്കാവുന്നതാണ്. അത് നമുക്ക് ഉടച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായി ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ശർക്കര അത് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് ചേർക്കാം. ഞാനിവിടെ ഒരു 150 ഗ്രാമോളം ചേർത്തിട്ടുണ്ട്. അതിൽ കരടുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഉരുക്കി ചേർക്കാവുന്നതാണ്. അതുപോലെ ഉപ്പ് 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇതിലേക്ക് തേങ്ങ ചെറുകിയ അരമുറി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഏലക്ക പഞ്ചസാരയും ഏലക്കയും ചേർത്ത് പൊടിച്ചതാണ്. ഇത് 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് ഞാനിവിടെ ഒരു 150 ഗ്രാം അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാകുമ്പോൾ അതിൻ്റെ അളവിൽ അത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് പഴത്തിൻ്റെ അളവ് കൂട്ടുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് വെള്ളാംശമൊക്കെ ഉണ്ടാവും. അതുപോലെ വെള്ളം കൂടുതൽ ചേർക്കണമെങ്കിലും അതിൽ വ്യത്യാസം വരും. അത് നമുക്ക് മാവ് ടൈറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ചെറിയ ചൂടോടുള്ള വെള്ളം കുറച്ച് ചേർക്കാം. നമുക്ക് ആവശ്യത്തിന് വേണ്ട ആ കട്ടിക്ക് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇവിടെ ഞാൻ ഏകദേശം ഒരു 30 ml വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പഴത്തിൻ്റെ അളവ് കൂട്ടുണ്ടെങ്കിൽ വെള്ളം കുറച്ചുകൂടിയും കിട്ടും. അതുപോലെ വറുത്ത പൊടിയെന്ന് വെച്ചാൽ വെള്ളാംശം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചൂടുവെള്ളം കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ അടയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചക്കടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് വാഴയിലയിലോ അല്ലെങ്കിൽ ഇത് വഴുനേര ഇലയാണ് അല്ലെങ്കിൽ മഞ്ഞളുടെ ഇല ഇതിൽ നമുക്ക് ഇതിൽ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നമുക്ക് കുറച്ച് മാവിട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് ഇല ഒന്ന് മടക്കിയെടുത്താൽ മതി. നമുക്കിനിപ്പോൾ ഇല ഒന്നും കിട്ടാനില്ലെങ്കിൽ നമുക്ക് അതിനൊരു മാർഗ്ഗമുണ്ട്. നമുക്ക് ഇഡ്ഡലി തട്ട് അത് അല്ലെങ്കിൽ നമുക്ക് ചെറിയ ബൗൾസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതിൻ്റെ അകത്ത് ചെയ്യാം. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ 2-3 ടൈപ്പിൽ അത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതാണോ ഈസി ആവണം, ഏതാണോ നമുക്ക് ഇലകൾ കിട്ടണമെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് പറ്റണമെങ്കിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇത് ഇൻഗ്രീഡിയൻസ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമുക്കിപ്പോൾ ഇലയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഞാനിവിടെ ഇഡ്ഡലി തട്ടിൻ്റെ ഒരു തട്ട് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ നമുക്ക് തടവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് എണ്ണ പുരട്ടിയതിന് ശേഷം അല്ലെങ്കിൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ടാണെങ്കിലും കുറച്ച് മാവ് എടുത്തൊന്ന് ഉരുട്ടി വെച്ച് കൊടുക്കാം. അങ്ങനെയും നമുക്ക് ആവിയിൽ വേവിക്കാം. ഇത് ഒരു 10 തൊട്ട് 15 മിനിറ്റ് അത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ 15 മിനിറ്റ് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.